Hello, 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 hello. Hi students. How are you? How things are going on? I hope all of you are safe in your home. COVID-19 outbreak is causing worldwide issues. We have been going through a difficult time. We have never experienced such a situation before. But we have to survive all these difficulties and crises. We are not in a position to have classes in the normal way this year. That's why we start online class now. Anyhow, let's start our class. As in the last year, this year also, you have to study 2 textbooks for economics. One is Introductory Microeconomics and the second one is Introductory Macroeconomics. These are the 2 textbooks you have to go through. You have to study 6 chapters each, both in microeconomics and macroeconomics. Total 12 chapters. Everything is very simple, powerful also. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ഇക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം. 2 ടെക്സ്റ്റ് ബുക്കുകളിലും 6 വീതം ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ 12 ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ടുള്ള 12 ചാപ്റ്ററാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോബൽ സമ്മാനമൊക്കെ കൊടുക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് സിമ്പിളാണ്, പക്ഷേ എന്തുകൂടിയാണ്, പവർഫുൾ കൂടിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിവേ, ടുഡേ ഐ ആം ഗോയിങ് ടു ഹാവ് എ സ്റ്റാർട്ട് വിത്ത് മാക്രോ എക്കണോമിക്സ്. You should have some minimum knowledge before we study anything. You have to know how many chapters are there, title of each chapter, what you have to study in the chapters, and so on. You should have a holistic approach towards what you have to study. Suppose anyone asks you, what's macroeconomics about? Then you should be able to answer it. For that, you should have a minimum knowledge about this subject. ഒരു വിഷയം നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പൊതുവായൊരു ധാരണ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എത്ര ചാപ്റ്റേഴ്സാണ് ആ വിഷയത്തിലുള്ളത്, ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഓരോ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്തു പോരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു ധാരണ വേണം. ഇനി ആരെങ്കിലും നമ്മളോട്, നമ്മളെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വർഷം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു വിഷയം പഠിക്കുന്നുണ്ടല്ലോ, എന്താണ് ആ വിഷയം സംസാരിക്കുന്നത്, അതിൻ്റെ ഒരു സബ്ജക്റ്റ് മാറ്റർ എന്താണ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ശേഷി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഹോളിസ്റ്റിക് വ്യൂ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ആവശ്യമാണ്. എനിവേ, ലെറ്റ്സ് സീ what you are going to study in this year. Let's go to the chapter titles. The title of the first chapter is Introduction. Second chapter, National Income Accounting. Third chapter, Money and Banking. Fourth chapter, Determination of Income and Employment. Fifth chapter, the government budget and the economy. And the last chapter, open economy, macroeconomics. I remind you one thing, you should take down the notes. ലെക്ചർ നോട്ട് മാഷ് പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. 6 ചാപ്റ്ററുകൾ. 1 ആമുഖം, 2 ദേശീയ വരുമാനത്തിൻ്റെ കണക്കെടുപ്പ്, പണവും ബാങ്കിങ്ങും, വരുമാനത്തിൻ്റെ നിർണയം, ദെൻ ഗവൺമെൻറ് ബഡ്ജറ്റ്, ദെൻ ലാസ്റ്റ് തുറന്ന സമ്പദ് വ്യവസ്ഥ.
ഇതാണ് 6 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് മൂവ് ടു ദ കണ്ടൻസ്. ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ, for the convenience of your study, the first chapter is divided into 5 areas. First area, the difference between microeconomics and macroeconomics. Second area, difference between socialism and capitalism. Third area, sectors of economy according to the macroeconomics point of view. Fourth, the Great Depression 1930s. And the last area, some eminent economists. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം, സോഷ്യലിസവും മുതലാളിത്തവും തമ്മിലുള്ള വ്യത്യാസം, സമ്പദ് വ്യവസ്ഥയെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരംതിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? 1930കളിലെ ലോക സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ ആഡം സ്മിത്തും ജെയിം കെയ്ൻസും JB സേയും അടങ്ങുന്ന കുറച്ച് പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെയും കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ദ മേജർ കോൺസെപ്റ്റ്സ് you have to study in the second chapter are final good and intermediate good, consumption good and capital good, stock, flow, circular flow of income in 2-sector model, depreciation, net indirect tax, inventory, GDP, GNP, NDP, NNP, market price, factor cost. What is the difference between market price and factor cost? Then the most important part, methods of calculating national income. There are 3 methods: product method or value added method, expenditure method, income method. Then per capita income, personal income, personal disposable income, national income, national disposable income, then net investment, GDP and welfare, GDP deflator, and so on. This is the biggest chapter you have to study. So you can expect more questions from this chapter. ഏറ്റവും വലിയ ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ചാപ്റ്ററാണ്. ഈ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിറങ്ങുന്ന +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ നിന്ന് ധാരണ കിട്ടും? ദേശീയ വരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന GDP, GNP, NDP, NNP ഒന്നും കൂടി ഡെപ്തിൽ നമ്മൾ അനലൈസ് ചെയ്യും. ദേശീയ വരുമാനം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അന്തിമ വസ്തുക്കൾ, അന്താരാള വസ്തുക്കൾ, ഉപഭോഗ വസ്തുക്കൾ, മൂലധന വസ്തുക്കൾ, ശേഖരം, പ്രവാഹം, GDP ഡിഫ്ലേറ്റർ, GDPയും ക്ഷേമവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ, അറ്റപരോക്ഷ നികുതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കാൻ രണ്ടാമത്തെ ചാപ്റ്റർ ഉപകരിക്കും. സോ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് ചാപ്റ്റർ. ദ ടൈറ്റിൽ ഓഫ് ദ തേർഡ് ചാപ്റ്റർ ഈസ് മണി ആൻഡ് ബാങ്കിങ്. Reserve Bank of India hits the headlines nowadays. RBI increases and decreases the rates often. RBI is striving to protect our economy from the COVID crisis. The concepts you have to study in this chapter are barter system, what is money, functions of money, then measures of money supply in India, M1, M2, M3 and M4, then demand for money, transaction demand for money, speculative demand for money, high powered money, money multiplier, credit creation by commercial banks, then functions of Reserve Bank and commercial banks, monetary policy by Reserve Bank of India. തേർഡ് ചാപ്റ്റർ
പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് റിസർവ് ബാങ്കിനെ കുറിച്ചും കൊമേഴ്സ്യൽ ബാങ്കിനെ കുറിച്ചും ഒരു പൊതുവായ ധാരണ കിട്ടും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തികാന്ത് ദാസും റിസർവ് ബാങ്കൊക്കെ പത്രങ്ങളിൽ ദിവസമുണ്ട്. ആസ് ഇക്കണോമിക് സ്റ്റുഡൻസ് യു ഷുഡ് റീഡ് ദ ന്യൂസ് പേപ്പർ ഡെയിലി. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ന്യൂസ് പേപ്പർ വായിക്കണം. പണം എന്താണ്, പണത്തിൻ്റെ ധർമ്മം എന്താണ്, പണത്തിൻ്റെ ചോദനം, കൈമാറ്റ പ്രേരക ചോദനം, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഒരു കുട്ടിക്ക് കിട്ടാൻ ഈ 3rd ചാപ്റ്റർ തീർച്ചയായിട്ടും ഉപകരിക്കും. നോ ഡൗട്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ 4th ചാപ്റ്റർ. ദ ടൈറ്റിൽ ഓഫ് ദ 4th ചാപ്റ്റർ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ദ മേജർ കോൺസെപ്റ്റ്സ് you have to study in this chapter are aggregate demand in two-sector model, then ex ante and ex post investment, investment multiplier, lump sum tax multiplier, paradox of thrift, average propensity to consume, what is average propensity to save, the difference between marginal propensity to consume and marginal propensity to save, so on. 4th ചാപ്റ്ററിൽ മൾട്ടിപ്ലെയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വർഷം നിങ്ങൾക്ക് മാക്രോ എക്കണോമിക്സിൽ വളരെ രസകരമായി ഡിറൈവ് ചെയ്ത് പഠിക്കാനുള്ള 10-12 മൾട്ടിപ്ലെയേഴ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ കെയ്ൻസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ശരാശരി ഉപഭോഗ പ്രവണത, സീമാന്ത ഉപഭോഗ പ്രവണത, ശരാശരി സമ്പാദ്യ പ്രവണത, സീമാന്ത സമ്പാദ്യ പ്രവണത, ദെൻ മിതവ്യയവുമായി ബന്ധപ്പെട്ടൊരു വിരോധാഭാസം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ 5th ചാപ്റ്റർ, ദ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ ഇക്കോണമി. യു മൈറ്റ് ഹാവ് ഹേർഡ് ദ വേർഡ് ബജറ്റ്. ബജറ്റ് പ്രസൻറ്റേഷൻസ് ആർ ടെലികാസ്റ്റ് ലൈവ് ഓൺ TV. Budget also hits on the headlines. I remind you once again, as economic students, you should read the newspaper daily. The major concepts you have to study in this chapter are government functions, what is budget, classification of budget, revenue budget and capital budget, then important deficits, budget deficit, revenue deficit, fiscal deficit, gross fiscal deficit and primary deficit. Then type of budgets, surplus budget, balanced budget and deficit budget. Then you have to study balanced budget multiplier, then government expenditure multiplier, lump sum tax multiplier, concept of paradox of thrift, parametric shift, then concept of swing in aggregate demand curve and so on. ഈ ചാപ്റ്ററിൽ എന്താണ് ബജറ്റ്, ബജറ്റിനെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്, ബജറ്റ് ഡെഫിസിറ്റുകളെക്കുറിച്ച് 2-3 മൾട്ടിപ്ലെയേഴ്സിൻ്റെ ഡെറിവേഷനും ഇക്വേഷനും ഒക്കെ അവിടെ വരുന്നുണ്ട്. ബാലൻസ്ഡ് സന്തുലിത ബജറ്റിൻ്റെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ബജറ്റൊക്കെ വരുന്നുണ്ട്. വളരെ രസകരമായൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. സോ ലെറ്റ്സ് സീ what you are going to study in the last chapter. Let's move to the last chapter. The title of the last chapter is Open Economy, Macroeconomics. The major concepts you have to study in this chapter are then balance of trade, balance of payment, balance of payment accounting, current account, capital account, official reserve account, then nominal exchange rate, real exchange rate, then exchange rate systems,
flexible exchange rate, fixed exchange rate and managed exchange rate, depreciation of currency, appreciation of currency, devaluation of currency, revaluation of currency, fiscal policy measures and so on. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ ആണെങ്കിലും ഈ ചാപ്റ്റർ ആണെങ്കിലും പത്രം നന്നായിട്ട് വായിച്ചു പോകുന്ന കുട്ടിക്ക് നല്ല സാധ്യതകളുണ്ട് അല്ലേ. നിർമ്മല സീതാരാമനാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും ബജറ്റൊക്കെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഈ കോവിഡ് കാലത്ത് ഒരുപാട് ഉത്തേജന പാക്കേജുകളൊക്കെ വന്നു. ബജറ്റ് അവതരണമൊക്കെ നമ്മളിങ്ങനെ കണ്ണ് ഇമ വെട്ടാതെ കാര്യങ്ങളൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യും. നല്ല ഇക്കണോമിസ്റ്റിൻ്റെ സ്റ്റുഡൻസൊക്കെ അങ്ങനെ ചെയ്യാം അല്ലേ. രൂപയുടെ മൂല്യം കുറയുന്നു, ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നു, പക്ഷേ പെട്രോളിൻ്റെ വില ഒരു ഭാഗത്തു കൂടെ കൂടുന്നു. ഇതൊക്കെ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പത്രം നിങ്ങൾ വായിക്കണം. അടവ് ശിഷ്ടത്തെക്കുറിച്ചും വ്യാപാര ശിഷ്ടത്തെക്കുറിച്ചും അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തെക്കുറിച്ചും സ്ഥിരമുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തെക്കുറിച്ചും ഫിസ്ക്കൽ പോളിസി മെഷേഴ്സിനെ കുറിച്ചും വളരെ കൃത്യമായൊരു ധാരണ കിട്ടാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഉപകരിക്കും. അതുപോലെ തന്നെ 2 മൾട്ടിപ്ലയേഴ്സിൻ്റെ ഡെറിവേഷനും ഇക്വേഷനും പ്രോബ്ലവും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒന്ന് എക്സ്പോർട്ട് മൾട്ടിപ്ലയറും ഒന്ന് ഇമ്പോർട്ട് മൾട്ടിപ്ലയറും, ഓപ്പൺ ഇക്കോണമി മൾട്ടിപ്ലയർ എന്ന് പറയും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 6 ചാപ്റ്ററുകളും അതിൽ പ്രധാനമായിട്ട് വരുന്ന ഏരിയാസും. Now we have already discussed all the 6 chapters in macroeconomics and we have also discussed the main points in these chapters. So dear students, I think it's the time to wind up today's class. We will wind up today's class. So next move to the last part, the important part, the final part, the conclusion. This is what we call the Mendel exercise session. Mendel exercise session. In this session, you should recollect what you have studied today. Like body, mind also needs exercise. The Mendel exercise will help you to sharpen your brain. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മെൻ്റൽ എക്സർസൈസ് സെഷനാണ്. തലച്ചോറിന് നിങ്ങൾ കൊടുക്കുന്നൊരു സെഷനാണ്. ഇതുവരെ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് മാഷ് സംസാരിച്ചത് എന്ന് നിങ്ങൾ വീഡിയോ 2, 3, 4 തവണ ആവർത്തിച്ച് കണ്ട് ആവശ്യമായ പോയിൻ്റുകളൊക്കെ എഴുതിയെടുത്ത് നിങ്ങളെ തലച്ചോറിൽ കയറ്റി വെക്കണം. റോട്ട് മെമ്മറിക്ക് പലപ്പോഴും വലിയ സ്ഥാനമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുതി നോക്കണം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ധാരണ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് starting from 1 and up to 50 or 60, and you should write each point you have studied against the numbers. Then you will understand how many points you have studied today. എന്താ ചെയ്യേണ്ടത്? നോട്ട് ബുക്ക് എടുക്കണം. 1 മുതൽ 50, 60, 70 വരെ നിങ്ങൾ നമ്പർ താഴേക്ക് ഇട്ട് വെക്കണം. എന്നിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു ഓർഡറിൽ ചാപ്റ്റർ വൈസിൽ ഓർത്താൽ കിട്ടുന്നുണ്ട് എന്നൊന്ന് എഴുതി നോക്കണം. അതാണ് മെൻ്റൽ എക്സർസൈസ് സെഷൻ. മാഷ് ശരിക്ക് ചെയ്യേണ്ടത് ബോർഡിൽ 1 മുതൽ 50 വരെ നമ്പർ ഇട്ടിട്ട് ആ ഓർഡറിൽ അങ്ങോട്ട് എഴുതി വരികയാണ്. അപ്പോൾ എഴുതുന്നതിന് പകരം ഞാനൊന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് അല്ലേ. മെൻ്റൽ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ശേഷിയാണ് തീർച്ചയായിട്ടും മെഷർ ചെയ്യുന്നത്. കുട്ടികളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇന്ന് പറഞ്ഞത് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽസാണ്. അപ്പോൾ 1 എന്ന് നമ്പർ ഇട്ടിട്ട് ഇൻട്രൊഡക്ഷൻ, 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, 3 മണി ആൻഡ് ബാങ്കിങ്, 4 ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, 5 ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ഇക്കോണമി, 6 ഓപ്പൺ ഇക്കോണമി മാക്രോ എക്കണോമിക്സ്. വീണ്ടും 1ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടന്റ് പറഞ്ഞു. അപ്പോൾ 7ാമത്തെ നമ്പർ ഇട്ടിട്ട് എഴുതണം. Difference between microeconomics and macroeconomics, difference between socialism and capitalism, sectors of economy according to macroeconomics point of view, Great Depression 1930s, eminent economists. Then അടുത്ത നമ്പർ 11, 12 അല്ലെങ്കിൽ 13 ഒക്കെ ആയിട്ട് വരും. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതിലെന്തൊക്കെ പറഞ്ഞു?
ഫൈനൽ ഗുഡ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്, ക്യാപിറ്റൽ ഗുഡ്, കൺസംഷൻ ഗുഡ്, സ്റ്റോക്ക്, ഫ്ലോ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ഡിപ്രീസിയേഷൻ, ഇൻവെൻറ്ററി, അതേപോലെ തന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, GDP, GNP, NDP, NNP, മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, ദെൻ GDP ഡിഫ്ലേറ്റർ, GDP ആൻഡ് വെൽഫെയർ, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 25-30 നമ്പർ എത്തിക്കാണും. അതിൻ്റെ കണ്ടിന്യൂഷനിൽ എങ്ങനെ വരണം? മണി ആൻഡ് ബാങ്കിങ്, വാട്ട് ഈസ് മണി, ഫങ്ഷൻസ് ഓഫ് മണി, ബാർട്ടർ സിസ്റ്റം, അതുപോലെ ഡിമാൻഡ് ഫോർ മണി, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഹൈപ്പർവേർഡ് മണി, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക്, മോണിറ്ററി പോളിസി ബൈ റിസർവ് ബാങ്ക്, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഒരു 35-40 എത്തിക്കാണും. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതി വെക്കുക. കണ്ടിന്യൂഷൻ തുടർന്ന് അങ്ങനെ പോരണം. നിങ്ങൾ എഴുതി നോക്കണം. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന മാഷ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് 2 സെക്ടർ മോഡൽ, അഗ്രിഗേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ APC, APS, MPC, MPS, പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, ലെംസൺ ടാക്സ് മൾട്ടിപ്ലയർ, എക്സ്പോസ്റ്റ് ആൻഡ് എക്സാൻഡി ഇൻവെസ്റ്റ്മെൻറ്റ്, സോ ഓൺ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതി വെക്കുക. ഓപ്പൺ ഇക്കോണമി, മാക്രോ ഇക്കണോമിക്സ്, അതിലെന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും? ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ദെൻ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ ഇക്കോണമി. ആ ഒരു ചാപ്റ്റർ മാഷ് പറയാൻ വിട്ടുപോയി. 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൽ ഗവൺമെൻറ് ഫങ്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, അതുപോലെ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ദെൻ ലാസ്റ്റ് പ്രൈമറി ഡെഫിസിറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ തുടങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ എഴുതി പോരണം. നമുക്കിതൊക്കെ ഓർത്താൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ്, അതുപോലെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, ദെൻ ഫിസിക്കൽ പോളിസി മെഷേഴ്സ്, ഡിപ്രീസിയേഷൻ ഓഫ് കറൻസി, അപ്രീസിയേഷൻ ഓഫ് കറൻസി, ഡീവാലുവേഷൻ ഓഫ് കറൻസി, റീവാലുവേഷൻ ഓഫ് കറൻസി. ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോട്ടൽ എത്ര പോയിൻറ്റ്സാണ് ഒരു 40-45 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അക്വയർ ചെയ്തത്. ഇതാണ് മെൻ്റൽ എക്സർസൈസ് സെഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു മെൻ്റൽ എക്സർസൈസ് ചെയ്ത് കാണിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ തലച്ചോറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കും. സോ before finish our class, I have to tell you one thing. Suppose today I am going to teach you about the elephant. Then I will tell you, students, I am going to teach you about an elephant, and I can tell you about its trunk, ears, legs, and so on. ഞാനിന്ന് നിങ്ങൾക്ക് ആനയെക്കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. ആനയെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ വന്ന് പറയുകയാണ്, ആന എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, കറുത്ത നിറമാണ്, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ ലാൻഡ്. ഇന്ന് നമുക്ക് ആനയുടെ വിവിധ ബോഡി പാർട്സിനെ കുറിച്ച് പഠിക്കാം എന്ന് നിങ്ങളോട് പറയുകയാണ്. അതിന് വലിയ കാലുണ്ട്, മുറം പോലത്തെ ചെവിയുണ്ട്, തുമ്പിക്കൈ ഉണ്ട്, ചെറിയ വാലാണ് എന്നൊക്കെ പറഞ്ഞു. ഓൺ ദ അതർ ഹാൻഡ്, I can show you a picture of an elephant and tell you that we will discuss about the different body parts of the animal. എനിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആനയുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതാണ് ആന, കണ്ടില്ലേ, കറുത്ത നിറമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ജീവിയെക്കുറിച്ച് പഠിക്കാം. ഇതിൻ്റെ ചെവിയെക്കുറിച്ചും കാലിനെ കുറിച്ചും വാലിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അങ്ങനെയും ക്ലാസ് തുടങ്ങാം. ഏതാണ് ബെറ്റർ മെത്തേഡ്? certainly the second one. Students, I have showed you the elephant.
that is macroeconomics, and its body parts has 6 chapters. ആനയാകുന്ന മാക്രോ എക്കണോമിക്സ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. ആനയുടെ വിവിധ ശരീരഭാഗങ്ങൾക്ക് പകരം 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ ഓരോ ചാപ്റ്ററുകളായിട്ട് നമ്മൾ പഠനം തീർച്ചയായിട്ടും തുടരും. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കീപ് വാച്ചിങ് സിമ്പിൾ ഇക്കണോമിക്സ് വിത്ത് മീ വിനോദ് മാഷ്.